നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രചാരണമെന്ന കാരണം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടക്കാല ജാമ്യം സംഘടിപ്പിച്ച അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിലേക്ക് മടങ്ങിയിരിക്കുന്നു. തകർന്ന ഹൃദയത്തോടു കൂടിയാണ് മടക്കമെന്നുള്ളത്. ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഡൽഹിയിലും ഒപ്പം തന്നെ മോദിക്കെതിരെ പൊതുവിലുമൊക്കെ പ്രചാരണം നടത്തിയ കെജ്രിവാളിന് രണ്ട് ആഘാതങ്ങളാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ നൽകിയിരിക്കുന്നത്. അതിലൊന്ന് എന്ന് പറയപ്പെടുന്ന 350 സീറ്റുകളിലെങ്കിലും നേടി മോദി അധികാരത്തിൽ തിരിച്ചെത്തും എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് ഒരു സീറ്റെങ്കിലും കിട്ടിയാൽ ഭാഗ്യമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ്. ഇത് രണ്ടും കെജ്രിവാളിന് തിരിച്ചടിയായി. ഡൽഹി BJP നേതൃത്വത്തിലുള്ള NDA തൂത്തുവരുമെന്നാണ് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേ ഫലം പുറത്തു പറയുന്നത്. ആകെ 7 ലോക്സഭാ സീറ്റുകളാണ് ഡൽഹിയിലുള്ളത്. അതിൽ 5 മുതൽ 6 വരെ സീറ്റുകൾ BJP നേടുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ പറയുന്നത്. 2019 7 സീറ്റുകളും BJP ജയിച്ചിരുന്നു എന്നുള്ളതാണ്. ഇക്കുറി കോൺഗ്രസും ആം ആദ്മിയും കൈകോർത്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണി എന്ന നിലയിൽ ഇപ്പോൾ ഡൽഹിയിൽ മത്സരിക്കുന്നത്. ആം ആദ്മി 4 സീറ്റുകളിലും കോൺഗ്രസ് 3 സീറ്റുകളിലും മത്സരിച്ചു. പക്ഷേ BJPക്ക് അനുകൂലമാണ് ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും. അതുകൊണ്ട് തന്നെ ഡൽഹിയും അത്തരത്തിലായിരിക്കും. ഇത് ആം ആദ്മി ക്യാമ്പിൽ വലിയ അസ്വസ്ഥതയാണ് പരത്തിയിരുന്നത് എന്നുള്ളതാണ്. തോറ്റാൽ താൻ തലമുണ്ടനം ചെയ്യുമെന്നുവരെ ആം ആദ്മിയുടെ സോമനാഥ് ഭാരതി അടക്കമുള്ളവർ വലിയ പ്രസ്താവനയൊക്കെ നടത്തിയിരുന്നു. അതിന് മുന്നോടിയായിട്ട് തന്നെ കോൺഗ്രസുമായിട്ടുള്ള സഖ്യം എന്നേക്കുമായി തുടരാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചുകൊണ്ട് കെജ്രിവാളും പ്രസ്താവന നടത്തി. ഇതൊക്കെ ആം ആദ്മി കോൺഗ്രസ് ബന്ധങ്ങളിലൊക്കെ വലിയ വിള്ളൽ വീഴ്ത്തിയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനിടയിലാണ് ഇപ്പോൾ BJPക്ക് വലിയ വിജയം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നത്. അത് ആകെ തകിടം മറിച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയും ഒപ്പം തന്നെ കോൺഗ്രസിനെയും. ആരോഗ്യ പ്രശ്നമൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ജാമ്യ കാലാവധി നീട്ടാൻ വേണ്ടി കെജ്രിവാൾ ശ്രമിച്ചുവെങ്കിലും ഈ ആരോഗ്യം വച്ചല്ലേ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കറങ്ങിയത് എന്നുള്ള EDയുടെ ചോദ്യത്തോടുകൂടി ഡൽഹി ഹൈക്കോടതി ജാമ്യ കാലാവധി നീട്ടുവാനുള്ള ഹർജിയിൽ ഇനി ജൂൺ 5 വിധി പറയാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. ജൂൺ 2 തന്നെ വിധി പറയുവാൻ വേണ്ടിയിട്ട് അഭിഭാഷകൻ വാദിച്ചു നോക്കിയെങ്കിലും ജഡ്ജിമാർ അതിന് സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അതോടെ വീണ്ടും ജയിലിൽ കിടക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പായി. അങ്ങനെയാണ് ഇപ്പോൾ കെജ്രിവാൾ മടങ്ങിയിരിക്കുന്നത്. കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവേശമെന്ന് പറയപ്പെടുന്ന BJPയെ ഇപ്പോൾ തറപറ്റിച്ച് കളയാമെന്നും ഒപ്പം തന്നെ നരേന്ദ്രമോദി ഇനി ഒരിക്കലും പ്രധാനമന്ത്രിയാകില്ല എന്നുമൊക്കെ പറഞ്ഞ് വീരവാദം പറഞ്ഞ് നടന്ന കെജ്രിവാളിന് അവസാനം വീണ്ടും തീഹാർ ജയിലിൻ്റെ 4 ചുവരുകൾക്കുള്ളിലേക്ക് പോകേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഈ പറഞ്ഞ ജാമ്യ കാലാവധി നീട്ടിയെടുക്കുവാൻ കഴിയാത്ത തരത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനിയൊരു ജാമ്യ കാലാവധി നീട്ടണമെങ്കിൽ അത് ജൂൺ 5 മാറ്റിവെക്കുകയും ചെയ്തു. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം കെജ്രിവാളിന് തിഹാർ ജയിലിലേക്ക് ഇതിനെ മടങ്ങിപ്പോകേണ്ടി വന്ന സാഹചര്യവുമുണ്ടായി. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് ഈ രാജ്യത്ത് BJPയെ തുടച്ചു നീക്കാമെന്നൊരു ശ്രമം നടത്തുവാനുള്ള വലിയ അഹോരാത്രമായിട്ടുള്ള ശ്രമം നടത്തി. പക്ഷേ അതിൽ പരാജയപ്പെടുകയായിരുന്നു. അതുതന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചന നൽകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കരഞ്ഞ് കലങ്ങിയ തകർന്ന ഹൃദയത്തോടു കൂടി തന്നെയാണ് കെജ്രിവാൾ ഇപ്പോൾ വീണ്ടും ജയിലിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. ചിലപ്പോൾ ഇനി ഒരിക്കലും മടങ്ങി വരാൻ കഴിയാതെ വണ്ണം ഈ തെരഞ്ഞെടുപ്പ് കാലം കഴിയുകയും പുതിയ സർക്കാർ അധികാരത്തിലേറുകയും ചെയ്തു കഴിയുമ്പോൾ കെജ്രിവാളിൻ്റെ ബാക്കിയുള്ള ശിഷ്ടകാലം കൂടി ഈ തിഹാർ ജയിലിനുള്ളിലാകുമോ എന്നുള്ള വ്യാകുലത കൂടി അദ്ദേഹത്തിനുണ്ട്.